to the book of Ruth, chapter 4. 3, 4, 5 and 6. വായിക്കാമോ? Verses 3 to 6. അപ്പോൾ അവൻ ആ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞത്, മോവാബ് ദേശത്തു നിന്ന് മടങ്ങി വന്നിരിക്കുന്ന നവോമി നമ്മുടെ സഹോദരനായ എലിമെലക്കിന്റെ വയൽ വിൽക്കുന്നു. ആകയാൽ നിന്നോട് അത് അറിയിപ്പാൻ ഞാൻ വിചാരിച്ച് ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിന്റെ മൂപ്പന്മാരുടെയും മുമ്പാകെ നീ അത് വിലയ്ക്ക് വാങ്ങുക. നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്കുക. വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടതിന് എന്നോട് പറക. നീ കഴിഞ്ഞിട്ട് ഞാനുമല്ലാതെ വീണ്ടെടുപ്പാൻ ആരുമില്ല. അതിനവൻ, ഞാൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബോവസ്, നീ നവോമിയോട് വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവന്റെ അവകാശത്തിന്മേൽ അവന്റെ പേർ നിലനിർത്തുവാൻ തക്കവണ്ണം മരിച്ചവന്റെ ഭാര്യ മോവാബിയ സ്ത്രീയായ രൂത്തിനെയും വാങ്ങണം എന്ന് പറഞ്ഞു. അതിന് വീണ്ടെടുപ്പുകാരൻ, എനിക്കത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല, എൻ്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും. ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തുകൊള്ളുക, എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. മതി. Somebody please read in English. Then he said to the guardian redeemer, Naomi, who has come back from Moab, is selling the piece of land that belonged to our relative Elimelech. I thought I should bring the matter to your attention and suggest that you buy it in the presence of these seated here and in the presence of the elders of my people. If you will redeem it, do so. But if you will not, tell me, so I will know. For no one has the right to do it except you, and I am next in line. I will redeem it, he said. Then Boaz said, on the day you buy the land from Naomi, you also acquire Ruth the Moabite, the dead man's widow, in order to maintain the name of the dead with his property. At this the guardian redeemer said, then I cannot redeem it because I might endanger my own estate. You redeem it yourself, I cannot do it. മതി. നമുക്ക് ഒരുമിച്ച് ആ വാക്യത്തിലേക്ക് അധികം താമസിക്കാതെ വരാം. Let us come back to those verses within a few minutes. നമ്മൾ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് നിരവധി കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് ചിന്തിച്ചു. By God's grace, we thought many things from this book. അത് നിശ്ചയമായിട്ടും നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അങ്ങനെ കർത്താവിൽ വിശ്വസിക്കുന്നു. I believe in the Lord that these are all which we meditated already will be beneficial for our life. നമ്മൾ നവോമിയെ പറ്റിയും രൂത്തിനെ പറ്റിയും ഓർപ്പയെ പറ്റിയും ഒക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചു. പക്ഷേ നമ്മൾ ബോവസിനെ പറ്റി ഒന്നും തന്നെ പറഞ്ഞില്ല. For the last few weeks, we were all thinking about Naomi, Orpah, Ruth and all those people, but we haven't thought about the person Boaz. രണ്ടാം അധ്യായത്തിലാണ് ബോവസ് ഈ കഥയിലേക്ക് വരുന്നത്. In chapter 2, the person Boaz, the character is coming into picture. അദ്ദേഹത്തെ പറ്റി നമ്മൾ ഈ 2, 3, 4 അധ്യായം വായിച്ചാൽ ഹി വാസ് വെരി റിച്ച്, അതുപോലെ തന്നെ വെരി കമ്പാഷനേറ്റ്. ഈ രണ്ട് സ്വഭാവം ബോവസിൽ കാണാം. We can see by reading through these verses, this Boaz, even though he was a super rich man, he was very compassionate too. ഇത് രണ്ടൂടെയുള്ള മനുഷ്യർ കുറവാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? Usually these two characteristics won't come together that often. എന്നാൽ ബോവസിൽ അത് രണ്ടും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാം. But we can see that this man, this character Boaz has both these characteristics. അദ്ദേഹം തൻ്റെ എംപ്ലോയേഴ്സിനോട് ഇടപെടുന്ന ഒരു വാക്യമുണ്ട്. ആ എംപ്ലോയേഴ്സ് തന്നോട് ഇടപെടുന്ന ഒരു വാക്യമുണ്ട്. There is a verse where Boaz is dealing with his employers and the employers are telling back to Boaz. We can see one verse in the book. ഞാനൊരു ഹെഡിങ് ഇട്ടാണ് തുടങ്ങിയത്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നൊരു സെന്റൻസ് ഞാൻ പറഞ്ഞിരുന്നു. I started this book by stating a heading as interpersonal relationships. അങ്ങനെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിന് ഇങ്ങനെ ചേർക്കാം, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ റിലേഷൻഷിപ്പ്. അത് രണ്ടാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിനകത്ത് ആ റിലേഷൻഷിപ്പ് ആണ്. 2:4 നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. 2:4 ബോവസ് വയലിലേക്ക് വരികയാണ്. We can tell that this is a relationship between an employee and an employer. We can see that in chapter 2 verse 4. 4-ാം വാക്യത്തിൽ കണ്ടോ ബോവസ് പറയുകയാണ്, യഹോവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. In verse 4 we
can see that as an employer, Boaz is coming and he is telling his employees, may the Lord bless you. എംപ്ലോയീസിന്റെ റെസ്പോൺസ് എന്താണെന്ന് നോക്കിയാൽ ആ വാക്യത്തിൽ തന്നെയുണ്ട്. And we can see the employee's response towards the employer. യഹോവ നിന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. കണ്ടോ, ആ എത്ര മനോഹരമായ ആ നല്ല റിലേഷനാണ് തൻ്റെ ജോലിക്കാരുമായിട്ട് ആ മഹാധനവാനായ മനുഷ്യൻ സ്ഥാപിച്ചിരുന്നത്. We can see here that such a beautiful relationship between an employee and an employer. They both are greeting each other by saying that Jehovah bless you. സ്തോത്രം എന്ന് പറഞ്ഞാൽ തൻ്റെ ആ പണമൊന്നും ആത്മീയതയെ ബാധിച്ചില്ലെന്നുള്ളതാണ് ആ വാക്യങ്ങൾ. We can see that the richness or the affluent, that richness didn't affect his character. ഈ വളരെ കൈൻഡായിരുന്നു എന്നതിന് ഞാൻ 2-3 കാര്യം ഒന്ന് പറയാം. I would like to mention 2-3 things why he is so compassionate or kind. രൂത്തിനെ വാസ്തവത്തിൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. He couldn't have noticed a maid servant like Ruth. 2:8 വായിച്ചാൽ രൂത്തിനോട് പറയുകയാണ് വേറെ ഒരു വയലിലും പോകണ്ട. We can see in chapter 2 verse 8, he is telling Ruth, do not go to glean in any other field. 2:9 2:9 വായിക്കുന്നത് മറ്റ് ജോലിക്കാര് അവിടെ വെള്ളമൊക്കെ ജാറിനകത്ത് കോരി വെച്ചിട്ടുണ്ട്, യു ക്യാൻ ഡ്രിങ്ക് ഫ്രം ദെയർ, അവിടെ നിന്ന് കുടിക്കാം. In chapter 2 verse 9, he is again offering her a servant that you can drink from the vessel where it is already filled by other servants. 2:14 ബോവസ് രൂത്തിന് ബ്രെഡ് കൊടുക്കുകയാണ്, ഫുഡ് കൂടെ കൊടുക്കുകയാണ്. In chapter 2 verse 14, we can see that this Boaz is offering a bread to Ruth. ഇത്രയൊക്കെ ആയപ്പോൾ രൂത്ത് ചിന്തിച്ചു കാണും, അന്നേ പിന്നെ ബോവസ് ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറം ഇരിക്കാമെന്ന് ചിന്തിച്ചിട്ടില്ല. കാരണം ആ ബ്രെഡും മേടിച്ചുകൊണ്ട് രൂത്ത് ചെയ്തത് എന്നാണെന്നറിയാമോ, ജോലിക്കാരുടെ അടുത്ത് പോയി ഇരുന്നു. അത് അന്നേരം എംപ്ലോയറും ആ മനോഭാവം 2 പേർക്കും ഉണ്ടാകണം. Even though she had a bread from the employer, but still after she taking and eating that bread, she went and sat with the reapers, not next to Boaz, because she kept that relationship well. എന്ന് മാത്രമല്ല, ഈ ബോവസിന്റെ വീട്ടിലോട്ട് നമുക്കറിയാം രൂത്തും നവോമിയും കൂടെ ഒരുമിച്ചാകുകയാണ് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ. We can see that in chapter 4, this Naomi and Ruth are becoming a part of Boaz's family. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു ബന്ധം കാണാം, ദ റിലേഷൻ വിത്ത് ദ നൈബേഴ്സ് എന്ന 16 and 17 അകത്ത് ഒരു കാര്യം കാണാം. ഞാൻ വായിക്കാനായിട്ട് സമയം എടുക്കുന്നില്ല. 16 and 17 chapter 4 verse 16 and 17 അകത്ത് എല്ലാവരും ഒന്ന് നോക്കിയേ വേദപുസ്തകത്തിനകത്തോട്ട്. അതിനകത്ത് എഴുതി വെച്ചേക്കുന്നൊരു കാര്യം കണ്ടോ, നവോമി കുഞ്ഞിനെ എടുത്തും മടിയിൽ കിടത്തി അവന് ധാത്രിയായി തീർന്നു. മലയാളം അല്പം പാടാണെന്ന് പറഞ്ഞാൽ കെയർ ചെയ്തു. എന്നിട്ട് മറ്റൊരു കാര്യം അവിടെ എഴുതിയേക്കാണ്, അവളുടെ അയൽക്കാരുത്തികൾ നവോമിക്കൊരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അവന് ഓബേദെന്ന് പേരിട്ടു. വാക്യം കണ്ടോ. We can see another relationship here in chapter 4 verses 16 and 17, neighbors relationship with this family. എന്താ ഞാനത് കൊണ്ടുവരാൻ കാര്യം, ആരാ പേരിട്ട ഓബേദെന്ന്? Do you know why I bring this? Who put that name as Obed? അയൽവക്കക്കാരെല്ലാം കൂടെ വന്ന് വിളിച്ച പേരാണ് ഓബേദ്. എന്ന് പറഞ്ഞാൽ എത്ര നല്ല ബന്ധമായിരുന്നു ആ വീടുകൾ തമ്മിൽ എന്നതാണ്. അതുകൊണ്ട് മിനിമം നമ്മുടെ ഈ കൾച്ചർ വെച്ച് അയൽവക്കക്കാരോട് മിണ്ടാൻ പറ്റാത്ത കൾച്ചറാണെങ്കിലും ഒന്നുമില്ലേലും ദൈവമക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാമല്ലോ. We can see such a beautiful relationship between that society, that neighborhood, because we can see that neighbors came after a child was born and they were putting a name to that brand new baby. നമുക്കൊക്കെ ഒരു കൾച്ചറുണ്ട്, പക്ഷേ അതിനേക്കാൾ പ്രാധാന്യത തിരുവെഴുത്ത് പറയുന്ന ചില ഒബീഡിയൻസിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ദൈവം അതിൽ പ്രസാദിക്കും. We all have certain cultures according to certain areas, but if we give priority to the scriptures, God will honor that decision. അങ്ങനെയെങ്കിൽ ഇതിനകത്തെ ആ ബന്ധങ്ങൾ കണ്ടോ എത്ര, ഞാൻ ഓരോ സന്ദേശത്തിലും ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. So we can see the relationships between different sects throughout this book. എനിക്ക് ചില വിഷയങ്ങൾ നമ്മൾ ഇന്ന് വായിച്ച 4-ാം അധ്യായത്തിലേക്ക് വരാം. Let us turn our attention back to chapter 4. 4-ാം അധ്യായത്തിനകത്തെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് 2 കാര്യം പറയണം. അതിനകത്തെ ആദ്യത്തെ കാര്യം എനിക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യണം. ആദ്യത്തെ കാര്യം
ഒരു റെഡീമർ എങ്ങനെയാണ്, റിഡംഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ പിന്നിലെ അധ്വാനം എങ്ങനെയാണെന്ന് ഒരു ക്ലിയർ പിക്ചർ കിട്ടണമെങ്കിൽ രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം വായിക്കണം. If we wanted to understand who is a redeemer and what is the purpose of redemption, if we do want to understand this, we have to go through this book, especially chapter 4. നമ്മൾ 4-ാം അധ്യായം മനസ്സിലിരിക്കുമ്പോൾ തന്നെ പൊളൈൻ ലെറ്റേഴ്സിലേക്ക്, ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് ഒന്ന് വന്നാൽ പലതവണ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വാക്യമുണ്ട്. അവിടുന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി, വില കൊടുത്തു വാങ്ങി, എന്നേക്കുമായിട്ട് നമ്മളെ രക്ഷിച്ചു. ആ നിലയിലുള്ള നിരവധി വാക്യങ്ങൾ ന്യൂ ടെസ്റ്റ്മെന്റിൽ നമുക്ക് കാണാം. We can see in New Testament all the Pauline letters, we can see that he purchased us or he redeemed us with a cost, with a big cost he purchased and redeemed us. ഞാൻ വാക്യമൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വിലയ്ക്ക് വാങ്ങിയ നാഥനെ വിട്ട്, അല്ലെങ്കിൽ നാഥൻ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ ഹൃദയത്തിന് വളരെ സന്തോഷം നൽകുന്ന, നമ്മുടെ വീണ്ടെടുപ്പിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന നിരവധി വാക്യങ്ങൾ പൗലോസിന്റെ ഓൾമോസ്റ്റ് ഓൾ ദി എപ്പിസൽസിൽ പൗലോസ് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. We can see in all of the Paul's apostles, all the epistles, we can see that the purchased blood, the expensiveness of his redemption, we can see all throughout his epistles of Paul. അവിടുന്ന് നമ്മളെ എന്നേക്കുമായി വിലയ്ക്ക് വാങ്ങി എന്നാണ് വേദപുസ്തകം പറയുന്നത്. The Bible is saying that he purchased us forever. സ്തോത്രം. ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. We have to give very careful attention to what I am going to speak now. നമ്മുടെ മറ്റ് 5 സന്ദേശത്തിലും ഞാൻ ഡിവോഷണലായിട്ടുള്ള സന്ദേശമാണ് നിങ്ങളോട് പറഞ്ഞത്. For the past 5 meditations, I gave you a devotional thoughts or devotional studies. ഇന്ന് ഇതിൻ്റെ ഒരു ആരംഭ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നിങ്ങളോട് പറയാം. I would like to share you a doctrinal background initially. സ്തോത്രം. ഒരു വീണ്ടെടുപ്പ്, റിഡംഷൻ അല്ലെങ്കിൽ കിൻസ്മാൻ, റെഡീമർ, ഈ വാക്കുകൾ, അതിൻ്റെ അർത്ഥം, അതുകൊണ്ട് എന്താണ് മനസ്സിലാകുന്നത് എന്ന് ഒരുവന് ഒരു ചെറിയ പിക്ചർ കിട്ടണമെങ്കിൽ രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്ന് തുടങ്ങണം. If we wanted to understand what is redemption or what is kinsmanship, we have to go through the book of Ruth chapter 4. പഴയ നിയമത്തിന്റെ ആ ബേസിസിൽ ഒരു റെഡീമറിന് മിനിമം 3 ക്വാളിഫിക്കേഷൻ വേണം. According to the Old Testament, there should have 3 minimum qualification for a person to be a redeemer. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ക്ലോസ് റിലേറ്റീവിന് മാത്രമേ റിഡീം ചെയ്യാൻ പറ്റത്തുള്ളൂ. First qualification is a person needs to be a close relative, then only he can be a redeemer. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ റിലേറ്റീവ് ആയതുകൊണ്ട് കാര്യമില്ല, അതിനുള്ളൊരു വില്ലിങ്നെസ് വേണം റിഡീം ചെയ്യാൻ. The second characteristics needed is a willingness, not only close relative but a willingness also needed. മൂന്നാമത്തെ ക്വാളിറ്റി റിലേറ്റീവ് ആയതുകൊണ്ടും വില്ലിങ്നെസ് ഉള്ളത് കൊണ്ടും മാത്രം നടക്കുകയില്ല, അതിന് പേ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആസ്തിയുള്ള ഒരുവനായിരിക്കണം. Not only being a close relative or a willingness, but that redeemer should be able to pay the full price of redemption. നമ്മൾ രൂത്തിന്റെ പുസ്തകം പഠിക്കുമ്പോൾ When we go through the book of Ruth, അതിനകത്ത് ഒരു കിൻസ്മാൻ റെഡീമർ ഉണ്ട്. അദ്ദേഹം ക്ലോസ് റിലേറ്റീവ് ആയിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് ആദ്യം ഒരു മനസ്സൊക്കെ ഉണ്ടായിരുന്നു റിഡീം ചെയ്യാൻ. പക്ഷേ വില മുടക്കേണ്ടി വരുമെന്ന് കണ്ടപ്പോൾ ഐ കനോട്ട് എന്ന് പറഞ്ഞു മാറുന്ന ഒരു കിൻസ്മാൻ ക്ലോസ് റിലേറ്റീവിനെ നമുക്ക് പേര് പറഞ്ഞിട്ടില്ല തമ്പുരാൻ 4-ാം അധ്യായത്തിൽ കാണാം. we can see in chapter 4 there is a close relative, a kinsman redeemer closer than Boaz is existing here in chapter 4. His name was not mentioned, but he was not ready. എന്നാൽ ബോവസിൽ ഈ 3 ക്വാളിറ്റി ഞാൻ 3 വാക്യത്തിലൂടെ കാണിച്ചു തന്നിട്ട് ന്യൂ ടെസ്റ്റമെന്റുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം.
But in Boaz, I can show you these three characteristics, and then I would like to turn your attention to the New Testament. വേദപുസ്തകം വായിച്ചിട്ടുള്ള നമുക്കറിയാം, രൂത്തിന്റെ പുസ്തകത്തിനകത്ത് ബോവസ് വളരെ ക്ലോസ്, അല്ലെങ്കിൽ ആദ്യത്തെ കിൻസ്മാൻ റെഡീമർ കഴിഞ്ഞാൽ ദ ഫസ്റ്റ് കസിനായിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് കസിനായിട്ട് ബോവസ് ആണ് വരുന്നത്, വേറെ ആരുമില്ല. In this book, we can see that there is a first redeemer, a close relative than Boaz is existing, but then Boaz is coming as the second closest relative. 2:20 chapter 2 verse 20, 1 verse 4, the last line of 1 verse 4, അവിടെ രണ്ടിടത്ത് 4 verse 4 ഈ രണ്ടിടത്ത് നമുക്ക് കാണാവുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും അടുത്ത ഒരു ക്ലോസ് റിലേറ്റീവ് ആയിരുന്നു ബോവസ് എന്നീ രണ്ട് വാക്യം വായിച്ചാൽ നമുക്ക് കാണാം. 2 verse 20, 4 verse 4 ഈ രണ്ട് വാക്യത്തിലുണ്ട്. We can see in chapter 2 verse 20 as well as chapter 4 verse 4, we can see that this Boaz is also a close relative. ഇനിയും അന്നേരം നോക്കിയേ, ആദ്യത്തെ ക്വാളിറ്റി ബോവസിനുണ്ട്. We can see that as a redeemer, Boaz possesses the first quality. രണ്ടാമത്തെ ക്വാളിറ്റി റിഡീം ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കണം, മനസ്സുണ്ടായിരിക്കണം. The second quality a redeemer should have is that redeemer should have a willingness. നമുക്കറിയാം, ആദ്യത്തെ കിൻസ്മാൻ വയല് മാത്രം അല്ലെങ്കിൽ ഫീൽഡ് മാത്രം മേടിക്കാനാണെങ്കിൽ പണം കൊടുത്ത് മേടിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. പക്ഷേ കൂടെ ഒരു കേഴ്സ്ഡ് വുമണൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാറി. എന്നാൽ ബോവസിനെ പറ്റി നമ്മൾ വായിക്കുന്നത് വളരെ പൂർണ്ണ മനസ്സോടെ മറ്റ് ആ സിറ്റിയിലെ എൽഡേഴ്സിൻ്റെ ടെസ്റ്റിമണിയുടെ മുന്നിൽ നിന്നുകൊണ്ട് വളരെ എന്താ പറയുക, വില്ലിംഗ് ആയിട്ട് രൂത്തിനെ റിഡീം ചെയ്യാൻ തയ്യാറായിട്ട് ബോവസ് നിൽക്കുകയാണ്. We can see that the first relative has close to the family, but when he was ready to buy the property also from Naomi and family, but he is not ready to buy a cursed woman along with this property. That is why we can see the willingness of Boaz here. മൂന്നാമത്തെ ക്വാളിറ്റി, പണം കൊടുക്കാനുള്ള ആസ്തിയും മനസ്സും. ഒരു കിൻസ്മാന് അല്പമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ബേർഡൻ ഓർത്ത് മാറിപ്പോയപ്പോൾ മൂന്നാമത്തെ ക്വാളിറ്റി, അതിനുള്ള പേ ചെയ്യാൻ തയ്യാറായിട്ട് ബോവസ് വരുന്നു, രൂത്തിനെ റിഡീം ചെയ്യുന്നു. We can see that the third characteristics needed is they need to pay with that money, and that is also we can see in Boaz. പ്രിയപ്പെട്ടവരെ, ആ മോവാബ്യ ദേശം എന്നുള്ളത് പാപത്തിൽ കിടക്കുന്ന ഈ ദേശത്തോടും രൂത്ത് എന്നത് നാം എല്ലാവരോടും സാദൃശ്യമായിട്ടാണ് തിരുവെഴുത്ത് പറയുന്നത്. My dear fellow believers, we can see that Ruth is compared to each one of us, and the Moab is a place currently we are living in this world. അങ്ങനെയെങ്കിൽ നോക്കിയേ, ആർക്കും ദയ തോന്നാതെ യാതൊരു മനുഷ്യൻ ആലോചിച്ചാലും ദൈവസന്നിധിയിലേക്ക് വരാൻ കഴിയാതെ നിന്ന നമ്മളോട് ദൈവം കാണിച്ച സ്നേഹത്തിൻ്റെ പ്രകടനമാണ് പുതിയ നിയമത്തിൽ ഇതേ നിലയിലെ വീണ്ടെടുപ്പ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. We can see that like Ruth, a cursed woman, we are all cursed and we are living in a cursed society, and nobody can redeem us this from cursed world except the precious blood of Jesus Christ. ഈ മൂന്ന് ക്വാളിറ്റി യേശുവിനുണ്ടോ നോക്കിയേ. Can we check whether these three characteristics are inside Jesus Christ? യേശുവിന്റെ ജീനിയോളജി മാത്യു 1 പറയുമ്പോൾ നമ്മൾ ആരും അതിനകത്തില്ല. അബ്രഹാം, ദാവീദ്, യേശു എന്ന് പറഞ്ഞാൽ അതൊരു ജൂവിഷ് ജീനിയോളജിയാണ് പറഞ്ഞേക്കുന്നത്. We can see when we look at the genealogy in the book of Matthew, we can see that there is a Jewish genealogy starting from Abraham, Isaac, David, and so on and so forth. അവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, ജാതികളായ നമ്മളുമായിട്ട് ദൈവത്തിന് തൻ്റെ പുത്രന് ഒരു ക്ലോസ് റിലേഷനും ഇല്ല. We can see in that chapter when we look at the genealogy, we can see a Jewish genealogy. Like us, for Gentiles, there is no relationship we can see there. പീറ്ററിനും പോളിനും ഒക്കെ പറയാം, എന്താ, ഞങ്ങളുടെ ക്ലോസ് റിലേറ്റീവ് ആയിട്ടാണ് ജീസസ് വന്നത്. Peter and Paul can say that we are Jews and Jesus came as a Jew, as a relative of us.
എന്നാൽ ലൂക്കിനകത്തും മറ്റൊരു ജീനിയോളജി ഉണ്ട്. But in Luke, there is another genealogy. ചാപ്റ്റർ 3 ലാസ്റ്റ് വേഴ്സ് വായിക്കണം. Luke chapter 3, last verse we can ആ ജീനിയോളജി എങ്ങനെയാണെന്നറിയാമോ? അവിടെ അബ്രഹാം മുതലല്ല തുടങ്ങുന്നത്. ആഡം ദ സൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഓൾ ഹ്യൂമാനിറ്റിയുടെ ജീനിയോളജി കൊണ്ടുവന്നിട്ട് പറയുകയാണ് ആ ലീനിയേജിലാണ് ജീസസ് ഭൂമിയിൽ ജനിച്ചത് എന്ന് പറഞ്ഞ് നമ്മുടെ സകല അല്ലെങ്കിൽ മാനവജാതിയുടെ മുഴുവൻ ക്ലോസ് റിലേറ്റീവായിട്ട് യേശുവിനെ അവതരിപ്പിക്കുകയാണ് ലൂക്കോസ് തന്റെ സുവിശേഷത്തിനകത്ത്. In Luke chapter 3 verse 38 we can see that Luke is ending by bringing Adam into the genealogy picture so that he is affirming that we all are belonging to the one and only God. അങ്ങനെങ്കിൽ എന്താണെന്നറിയാമോ? കൃപയും സത്യവും നിറഞ്ഞവനായി യേശു നമ്മുടെ ഇടയിൽ നമ്മിലൊരുവനെ പോലെ പാർത്തെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും പറയാം അവിടുന്ന് എൻ്റെ ക്ലോസ് റിലേറ്റീവായിട്ട് ദൈവമായിരുന്നവൻ ആ മഹത്വമെല്ലാം തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ച് താണ് നമ്മിലൊരുവനെ പോലെ കണ്ടാൽ നമ്മിൽ നിന്നും മനസ്സിലാകാത്ത ഒരുവനെ പോലെ വന്നതുകൊണ്ട് നമുക്ക് പറയാം അവിടുന്ന് എൻ്റെ ചാർച്ചക്കാരനായി എന്നെ വീണ്ടെടുക്കാൻ ഭൂമിയിലേക്ക് വന്നു. We can see that when Jesus Christ took a form of a man and came and dwelt among us in grace and in fullness of grace and truth, so that we can see that he became one among them, so that we are all one family, we belong to Jesus Christ. നമ്മൾ ആ ലൈനിൽ വന്നുകൊണ്ട് യഹൂദന്റെ ലൈൻ അല്ല ലൂക്ക് 3 നമ്മുടെ ലൈനാണ് പറഞ്ഞത്. So basically we come into another genealogy, not the genealogy of Jewish culture. Praise the Lord. സത്യത്തിൽ ഇത് പറയുമ്പോൾ ആ സന്തോഷം ഉണ്ടാകണ്ടേ? നോക്കിയേ, ആ റിലേഷൻ ഈ കർത്താവ് വരികയായിരുന്നു. So basically when we hear that the relationship between us and God, that time we will be filled with joy. അങ്ങനെ നോക്കിയേ, വീണ്ടെടുപ്പുകാരന്റെ ഫസ്റ്റ് ക്വാളിറ്റി നമ്മുടെ കർത്താവിന് നമുക്ക് ആരോപിക്കാം, അസ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം. Hallelujah. We can ascribe the first characteristic to our God, our Lord Jesus. രണ്ടാമത്തെ ക്വാളിറ്റി ജീസസിനുണ്ടോ എന്ന് ന്യൂ ടെസ്റ്റ്മെന്റിനകത്തൂടെ വാക്യങ്ങളൊന്ന് മനസ്സിൽ കൊണ്ടു നോക്കിയേ. Second quality, let us go through all the New Testament scriptures. The second quality of that willingness to redeem. Yeah, the second characteristics as of willingness to redeem a person. ആഹാ, വന്നത് തന്നെ അതിനു വേണ്ടിയായിരുന്നു. He came by himself. He emptied himself. 2 കൊരിന്ത്യർ 5-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. ഗലാത്യ ലേഖനം 2:20 വായിച്ചു നോക്കണം. എഫീഷ്യൻസ് 5:2 വായിച്ചു നോക്കണം. അവിടെയെല്ലാം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വാക്യം എന്നാണെന്നറിയാമോ? അവർ ബ്ലെസ്സഡ് ഗോഡ് വില്ലിംഗ് ടു പേ ഫോർ ദാറ്റ്. നമ്മുടെ കർത്താവ് അതെല്ലാം ചെയ്യാൻ കൊടുക്കാൻ ഉള്ള മനസ്സുള്ളവനായി ഭൂമിയിലേക്ക് വന്നു. We can see in 2 Corinthians and Galatians and in all the epistles we can see that our Lord Jesus came willingly and paid the price. എന്ന് പറഞ്ഞാൽ തന്നെ താൻ ഏൽപ്പിച്ചു തന്നു. അങ്ങനെ വാക്യല്ലേ, തന്നെ താൻ ആരും പറഞ്ഞിട്ടല്ല, തന്നെ താൻ ഏൽപ്പിച്ചു തന്നു. മരിക്കാനായിട്ട് തന്നെ വന്നു. പൂർണ്ണ മനസ്സോടെ നമ്മുടെ കർത്താവിനെ നമ്മളെ വീണ്ടെടുക്കുന്നത് ഇഷ്ടമായിരുന്നു. He came to die and he came and he emptied himself. He gave himself so that he would like to redeem us by paying that such a big price. Praise God. Hallelujah. ബോസിനേക്കാൾ ആർക്കാ അത് ഏറ്റവും സ്യൂട്ടായിട്ട് ചേരുന്നേ? നമ്മുടെ കർത്താവിന്. Our Lord Jesus is much more suitable for that title as a redeemer than Boaz. നമ്മൾ ഈ ബോവസ് ജീസസിന് നേരിലൊക്കെ ആയിട്ട് പഠിപ്പിക്കുമ്പോൾ ഓർത്തോണം, ബോവസ് ഒരു മനുഷ്യൻ തന്നെയാണ്, മനസ്സിലാക്കാൻ വേണ്ടി ഒരു ടൈപ്പോളജി പഠിപ്പിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു കാര്യം ഒറിജിനൽ ഉള്ളതല്ല കേട്ടോ. So when we are teaching all this book, we should consider that Boaz is merely a human being. When we compare Boaz and Jesus Christ, we should always think that Boaz is a human. നമ്മൾ വായിച്ച രൂത്തിന്റെ പുസ്തകത്തിനകത്തെ ആദ്യത്തെ കിൻസ്മാൻ റെഡീമർ പണത്തിൻ്റെ കാര്യമായപ്പം നഷ്ടം സഹിക്കേണ്ടി വരും എന്ന് ഓർത്തപ്പം എൻ്റെ കുടുംബത്തെ ഞാൻ ഉപേക്ഷിക്കേണ്ടി വരും എന്നോർത്തപ്പോൾ പിന്മാറി എന്നാണ് വായിക്കുന്നത്. We can see
that the first relative, the Redeemer, the first kinsman, when he came to know that he has to dishonor his own family, then he departed. എന്നാൽ നമ്മുടെ കർത്താവിന് ആ മൂന്നാമത്തെ യോഗ്യത എങ്ങനെയെന്നറിയാമോ? ക്രൂശിൽ കിടന്നുകൊണ്ട് ആ കുടുംബവുമായിട്ട് വേർതിരിക്കപ്പെടുകയായിരുന്നു തൽക്കാലത്തേക്ക്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പിതാവിനോട് കരഞ്ഞപ്പോൾ പുത്രനെ കൈവിട്ട കരം കൊണ്ട് നമ്മളെ അവൻ്റെ കുടുംബത്തിലേക്ക് ചേർത്തതാണ് നമ്മുടെ കർത്താവ് കൊടുത്ത വില. ഇതാണ് വീണ്ടെടുപ്പിൻ്റെ ടോട്ടൽ പിക്ചർ. Hallelujah. Jesus Christ, when he was on the cross, for a moment he has to cry. He has to depart from his own family by crying loudly like this, "Oh my God, why have you forsaken me?" That's such a great love he bestowed upon each one of us. ഓൾഡ് ടെസ്റ്റമെന്റിലെ കിൻസ്മാനെ നമ്മൾ കണ്ടത് എന്റെ അവകാശം നഷ്ടമാക്കേണ്ടി വരും എന്നതുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ പുത്രൻ തമ്പുരാനെ നോക്കിക്കേ, ആ മഹാദൈവമായിരുന്നവൻ, ദൈവമായിരുന്നവൻ, പിതാവിന്റെ അതേ മഹത്വത്തിൽ ഇരുന്നവനെ പിതാവാം ദൈവം തൽക്കാലത്തേക്കൊന്ന് കൈവിട്ടിട്ട് ആ കരം നമുക്ക് നീട്ടി നൽകിയതിന്റെ പേരാണ് അവിടുന്ന് നമ്മളെ വീണ്ടെടുത്തു. The redemption or the value of redemption is for a Hallelujah. moment he has been leaving all his relationship with respect to his own family. But look at here in the book of Ruth, that first relative, by looking at his loss, he is refusing to redeem a person. But our Jesus emptied himself willingly to pay for us and to redeem each one of us. എനിക്ക് വീണ്ടെടുപ്പിനെ പറ്റി വളരെ ഞാൻ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് സൺഡേയിലെ ഹാർവസ്റ്റിൻ്റെ ബൈബിൾ സ്റ്റഡിക്കകത്ത് ഞാൻ റിഡംഷൻ എന്ന വിഷയമാണ് പറഞ്ഞേക്കുന്നത്. ആർക്കെങ്കിലുമൊക്കെ കേൾക്കാൻ എവിടെയെങ്കിലുമൊക്കെ തപ്പിയാൽ കിട്ടും. അതുകൊണ്ട് ഞാൻ അധികം പോകുന്നില്ല, ഒറ്റ കാര്യം പറയാം. 49 സങ്കീർത്തനം Psalm 49 verse 7 to 9 വായിച്ചാൽ അവിടെ ഒരു കാര്യം കാണാം. In order to understand redemption, let us, if you look at Psalms 49 verses 7 through 8. 7 to 9 നിങ്ങൾ പിന്നാലെ വായിച്ചോളൂ. 7 to 9 and verse 15. ഈ 3 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ഒരു കാര്യമുണ്ട്. ദൈവത്തിന് ആ റാൻസം മണി കൊടുക്കാൻ ലോകത്തിലാർക്കും കഴിയുകയില്ല, ഒരു മനുഷ്യനും കഴിയുകയില്ല. ആകെ അവിടുന്ന് നടന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവം തന്നെ തൃത്വത്തിൽ ഒരുവനായ ആ പിതാവിൻ്റെ അതേ സബ്സ്റ്റൻസ് ഉള്ള പുത്രൻ തന്നെ വന്ന് അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റി നൽകി നമ്മളെ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥൻ. Praise the Lord. We can see that no one can redeem a person by paying such a big price. But our Lord Jesus has mercy on each one of us and give God a big ransom for each one of us by giving his own precious blood to redeem each one of us. എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയാം. എഫെസ്യ ലേഖനം 1:7, കൊലോസ്യ ലേഖനം 1:14 ഒരു വാക്യം 2 വിശദീകരണത്തോടെ റിപ്പീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ 2 വാക്യവും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം അവിടെ ഉണ്ട്. അവനിൽ, ഇൻ ക്രൈസ്റ്റ്, നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അതുകൊണ്ട് സൂമിലൂടെയാണെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലൂടെയും എന്നെ കേൾക്കുന്നവരോട് പറയാം, മനുഷ്യന്റെ രക്ഷയ്ക്കായി ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു വഴിയില്ല. കൃപയാൽ നമുക്ക് ആ ഭാഗ്യം ലഭിച്ചതോർത്ത് നമ്മുടെ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Hallelujah. In Ephesians chapter 1:7 and in Colossians chapter 2 verse 14, we can see that we have our redemption through his precious blood, the forgiveness of our trespasses. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു വാക്യം പറഞ്ഞ് ഞാൻ റിഡംഷൻ തൽക്കാലത്തേക്ക് നിർത്താം. ഇത്രേ ഉള്ളൂ. നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുള്ളത്. I would like to tell what is redemption is. Basically, he who considered us in our lowliness or in our emptiness. ഒന്നുമില്ലായ്മ, നമ്മുടെ എന്താ പറയുക, എനിക്ക് എൻ്റെ Emptiness. അത് ഓൾഡ് ടെസ്റ്റമെന്റിലെ സാമിൽ പറഞ്ഞേക്കുന്നത്
ഇസ്രയേലിലെ ഈജിപ്തിൽ നിന്ന് റെഡീം ചെയ്ത കാര്യം പറഞ്ഞു വരുമ്പോഴാണ് പറയുന്നത്, ഞങ്ങളുടെ താഴ്ചയിൽ ഞങ്ങളെ ഓർത്തവന്. നമ്മോടതെങ്ങനെ പറയണമെന്നറിയാമോ? ശപിക്കപ്പെട്ട മോവാബിൽ തീരേണ്ടതായിരുന്നു, ആർക്കും ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനമില്ലായിരുന്നു. കൃപയാൽ ആരും ചിന്തിക്കാത്ത ഒരു വഴി പുത്രനിലൂടെ തുറന്ന് നമ്മളെ ഇതിനകത്ത് കയറ്റിയപ്പം നമ്മൾ അതോർത്ത് പറയണം, ഞങ്ങളുടെ താഴ്ചയിൽ ഞങ്ങളെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുള്ളത്. We can say that that verse that he considered us in our emptiness or in our lowliness, may his name be glorified. We can think in this way that nobody were able to help or redeem us from this cursed world, to give us redemption, to give us eternal life. He has a compassion, and out of his abundant riches of his mercy, we are being redeemed by the precious blood of Jesus Christ. തൽക്കാലത്തേക്ക് റിഡംഷൻ ഞാൻ അവിടെ അങ്ങ് നിർത്തുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ പുസ്തകം പഠിപ്പിക്കുന്ന ഒരു 2-3 പ്രധാനപ്പെട്ട പാഠങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് കൊണ്ടുവന്നിട്ട് എൻ്റെ വാക്കുകൾ നിർത്താം. I would like to give you a few more lessons from this book, and I would like to conclude. നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ അറിയാം, ഞാൻ ആദ്യത്തെ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു, വളരെ മിസ്റ്റേക്കാണ് 1-ാം അധ്യായത്തിൽ ഈ കുടുംബം കാണിക്കുന്നത്. We can see that overall, if you look into this book, in the first chapter, we may consider that a lot of mistakes are happening, and the book is beginning with a lot of mistakes. എന്നാൽ ദൈവം അവരുടെ മിസ്റ്റേക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ അവരുടെ കറക്ഷനെ, തിരിഞ്ഞു വരാൻ അവരെടുത്ത തീരുമാനത്തെ, ആ തിരുത്തലിനെ ഗോഡ് അപ്രൂവ് ചെയ്യുന്നതാണ് ഈ പുസ്തകത്തിലെ ഒരു പാഠം. Mistakes are not being appreciated, but their decisions, their willingness to be corrected, willingness for correction is being appreciated. ഞാൻ ഇങ്ങനെ പറയാം, ഗോഡ് ഡസ് നോട്ട് അപ്രീഷിയേറ്റ് അവർ മിസ്റ്റേക്സ് ബട്ട് അപ്രൂവ്സ് അവർ കറക്ഷൻ. അത് ഈ പുസ്തകത്തിനകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തീമാണ്. One of the main theme of this book is God does not appreciate our mistakes but approves our willingness. Whoever ആര് മിസ്റ്റേക്ക് ചെയ്താലും that is mistake. Whoever commit a mistake, it doesn't matter, it is a mistake. നാം എല്ലാവരും മിസ്റ്റേക്ക് ചെയ്യുന്നവരാണ്. We all tend to do a lot of mistakes in our life. ആഡം, ഈവ, മോസസ്, എബ്രഹാം, ഡേവിഡ്, അങ്ങനെ ആ തലമുറ മുഴുവൻ നോക്കിയാൽ അവരെല്ലാം തെറ്റ് ചെയ്തവരാണ്. We can see, if you look back into history, from Adam, Eve, David, Moses, we can see a path of mistakes throughout the life journeys. രൂത്തിലേക്ക് മാത്രം വന്നാൽ, ഈ ബുക്കിലേക്ക് മാത്രം വന്നാൽ, ഈ മിസ്റ്റേക്കിന് പ്രധാന കാരണക്കാരൻ എലിമേലെക്ക്, the husband of that family ആണ്. We can see that if you look carefully into the book, the main reason of all these mistakes might be Elimelech. ഫാമിൻ വന്നപ്പോൾ 2 ചോയ്സ് എലിമേലെക്കിനുള്ളൂ. When a famine arose, there were only 2 options in front of Elimelech. ഒന്നെങ്കിൽ ബേത്ലഹേമിൽ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുക. Either stay in the place of famine land Bethlehem or pursue to another land. എലിമേലെക്ക് എന്തുകൊണ്ടാണ് മോവാബിൽ പോയത് എന്ന് ഞാൻ 1-2 റീസൺ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, പക്ഷേ ഇന്ന് പറയുന്നില്ല. ഈ വിഷയത്തോട് ചേർത്ത് മാത്രം പറയാം, ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി പോയതാണ്. Elimelech, I already gave you the reason why Elimelech went Moab, but I would like to say in conclusion, for a temporary adjustment he left for Moab. അങ്ങനെ വായിക്കുമ്പോൾ ആ ഒരു ആശയമല്ലേ കിട്ടുന്നേ. We are getting that idea after reading through that. പിന്നെ സ്പിരിച്വാലിറ്റി ഒരു കാര്യം ഉണ്ടായിരുന്നു, മഹ്ലോനും കില്ലിയോനും ഓർക്കുന്നല്ലോ, അതും ഒരു കാരണമാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇപ്പോൾ. There is a factor of spirituality also there, the way they raise their Mahlon and Kilion. ഏത് മനുഷ്യനും ചെയ്യുന്ന ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. We can see that a temporary adjustment, as most of us do. എന്നാൽ താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് ചിന്തിച്ചതിനേക്കാൾ വിപത്ത് ആ വീട്ടിൽ വരുത്തി. But the temporary adjustment brought a lot of disaster inside that family. ആത്മീയ കാര്യത്തിലും ഈ ഒരു അപകടമുണ്ട്. വെരി കെയർഫുൾ ആയിരിക്കണം. So very careful. There is a very big thing inside spiritual journey also, spiritual life also. ഇനി നമ്മളൊരു ഡിവോഷനിൽ 1-2 കാര്യം പറയാം. എലിമേലെക്ക് മരിക്കുന്നതിന് മുമ്പ് നവോമിയോട് പറഞ്ഞൊരു കാര്യം എന്തായിരിക്കും എന്ന് ചുമ്മാ ആലോചിച്ച് നോക്കി. Just think in your mind, what could have
Elimelech told Naomi before his last breath. മക്കളാരും കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ഞാൻ 2 ആഴ്ച മുമ്പ് പറഞ്ഞായിരുന്നു. I already mentioned that both of their sons didn't get married. പറഞ്ഞു കാണും, ക്ഷാമം മാറുമ്പോൾ ബേത്ലഹേമിൽ പൊക്കോണം, സ്ഥലം അവിടെ കിടപ്പുണ്ട്, മക്കളെ അവിടെ കൊണ്ട് കെട്ടിച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആ മനുഷ്യൻ പോയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. I was thinking that probably he could have told Naomi that once the famine is over, go back to Bethlehem and take wives for our children from Bethlehem. എന്നാൽ ആ മിസ്റ്റേക്കിനെ ദൈവം ഒരിക്കലും അപ്രൂവ് ചെയ്യുന്നില്ല. But we can see that God is not approving that mistake taken by Elimelech. ദൈവം അവിടെ ആഹാരം കൊടുത്തു എന്ന് കേട്ടപ്പോൾ ടേൺ ചെയ്തെടുത്ത ആദ്യത്തെ നവോമിയുടെ കറക്ഷനെ തമ്പുരാൻ അപ്രൂവ് ചെയ്യുന്നതായിട്ടാണ് ഈ പുസ്തകം പറയുന്നത്. We can see that God is not ignoring that mistake, but God is approving that decision to turn back. പ്രിയപ്പെട്ടവരെ, പ്രവൃത്തിയിലും ചിന്തയിലും ഇടപാടിലും സംസാരത്തിലും ഒക്കെ ഒത്തിരി മിസ്റ്റേക്കാണ് നമ്മുടെ ജീവിതത്തിലെങ്കിൽ ദൈവവചനം നമ്മളോട് പറയുന്ന ഒരു എക്സോർട്ടേഷൻ എന്നാണെന്ന് അറിയാമോ? ആ ഫസ്റ്റ് കറക്ഷനിലേക്ക് എടുക്കുന്ന സ്റ്റെപ്പിനെ തമ്പുരാൻ അപ്രൂവ് ചെയ്യുകയാണ്. My dear members, I would like to tell you that even though we all are committing a lot of shortcomings or mistakes in our life, but the decision or the correction you or I take the moment, that is what God is looking at each one of us. നവോമിക്ക് മിസ്റ്റേക്ക് മനസ്സിലായി, അവൾ തിരിഞ്ഞു. ഞാൻ ഉറക്കെ എന്നോടും നിങ്ങളോടുമായിട്ട് അങ്ങ് ചോദിക്കാം, ഹോളി സ്പിരിറ്റ് നമ്മോട് നമ്മുടെ മിസ്റ്റേക്കിനെ പറ്റി പറയുമ്പോൾ നമുക്കതിനോടുള്ള പ്രതികരണം എങ്ങനെയാണെന്ന് ഒരാത്മപരിശോധന നമ്മൾ നടത്തണം. We all need to think ourselves when Holy Spirit prompting us or when Holy Spirit telling us to stop something or to continue doing something. What is our response towards the Holy Spirit prompting? നമ്മൾ ദൈവവചനം വളരെ കേൾക്കുന്നവരാണല്ലോ. We are all listening a lot of scriptures. ഈ അടുത്ത കാലത്തെങ്ങാനും അങ്ങനെ ടേൺ ചെയ്ത എന്തെങ്കിലും മേഖലകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിക്കണം. You have to examine. We have to examine most recently, have we ever stopped and took a decision to turn back? നമുക്കറിയാം, നമ്മൾ ഈ എക്സാമിന് ആൻസർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് മിസ്റ്റേക്ക് വന്നെന്ന് മനസ്സിലായാൽ നമ്മൾ എന്നാ ചെയ്യുന്നത്? പോട്ടെന്നും പറഞ്ഞ് വിടുമോ? നോ, നമ്മളത് അതിനെ മായ്ച്ചു കളയുകയോ അല്ലെങ്കിൽ എറേസ് ചെയ്യുകയോ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ റിയൽ ആൻസർ എഴുതും. Usually we can say an example. When we write an exam, when we come to know that we wrote a wrong answer to a question, what will we usually do? Do we ignore that? No. Sometime we may erase that wrong answer and write over it or strike it out and then write it, correct it. ഒരു എക്സാം. പക്ഷെ ഇവിടെ പറയുന്നത് നമ്മുടെ നിത്യജീവന്റെ വിഷയമാണ്. That's just to think that is just an examination. But think about the thing which I am speaking to you, the eternal life of us. നമ്മൾ സ്ഥിരമായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരാണ്. We all tend to travel through air. നമ്മൾ ചെന്ന് നിൽക്കുന്ന ഗേറ്റ് റോങ് ആണെങ്കിൽ ഫ്ലൈറ്റ് അവിടെ വരികയല്ല, നമ്മൾ നമ്മുടെ ഗേറ്റിനടുത്ത് തന്നെ തിരിഞ്ഞു പോകണം. If we stand on the wrong gate, we are never going to catch that correct flight. 1 മിനിറ്റ് പോയാൽ ആ ഗേറ്റിൻ്റെ അവിടെ ചെല്ലാം. പക്ഷേ നമ്മൾ ലേറ്റ് ആകും തോറും ആ 1 മിനിറ്റ് കുറഞ്ഞു വരികയാണ്. നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ചെല്ലാൻ പറ്റുകയില്ല. ആ ഒരു പാഠം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. Always bear in your mind, if you are standing on the wrong gate, you are never going to reach your destination until, even though you are 1 minute late, if you are on the right gate, you will be able to reach the destination. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു എക്സിറ്റ് വിട്ടുപോയാൽ മുന്നോട്ട് പോകും തോറും ദൂരം കൂടുകയാണ്. ഒരു യു ടേൺ എടുത്തില്ലെങ്കിൽ ഡെസ്റ്റിനേഷനിൽ നാം വരികയില്ല. When we drive also, if we miss an exit, if we didn't take the right exit to return, then we may tend to go far to reach the നമുക്കറിയാം, destination. മുന്നോട്ട് പോകും തോറും തിരികെ വരാനുള്ള ദൂരം കൂടുകയാണ്. അതിനെപ്പറ്റി ഇങ്ങനൊരു കൊട്ടേഷൻ പറയാറുണ്ട്, there is
പോയിന്റ് ഓഫ് നോ റിട്ടേൺ. തിരിച്ചു വരാൻ കഴിയാത്ത ദൂരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് സാധാരണ സ്വിമ്മിങ്ങിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഹാഫ് മൈലേ നീന്താൻ അറിയത്തുള്ളെങ്കിൽ അതിൻ്റെ ക്വാർട്ടറേ നമ്മൾ നീന്താവുള്ളൂ. കാരണം തിരികെ വരേണ്ടതാണ്, പോയിന്റ് ഓഫ് നോ റിട്ടേൺ, അതിലേക്ക് പോകരുത്. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിന് മുമ്പാകെ നവോമി ഒരു സ്റ്റെപ്പ് എടുത്ത് തിരിഞ്ഞതുപോലെ ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു യു-ടേൺ ആവശ്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. We all need to think ourselves whether we need a U-turn in the spiritual walk with Christ. ആ യു-ടേൺ എനിക്ക് വിവരിക്കാനായിട്ടൊക്കെ വളരെ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനയിൽ വേണോ, വചനവായനയിൽ വേണോ, എൻ്റെ ആത്മീയത്തിൽ വേണോ, എൻ്റെ ഇടപാടിൽ വേണോ, നമ്മൾ പോകുന്തോറും ദൂരം കൂടിക്കൂടി വരികയാണ്. തിരികെ വരാനുള്ള ദൂരം കൂടുകയാണ്. ഇതാണ് നമുക്ക് തിരിയാനായിട്ടുള്ള സമയം. നവോമി അവിടം കൊണ്ട് തിരിയാൻ തീരുമാനിച്ചതാണ്. 4-ാം അധ്യായത്തിൽ ആ കുടുംബത്തിൻ്റെ സകല കാര്യത്തിനും മാറ്റം വരികയാണ്. I can give you a lot of examples whether you need a U-turn in your prayer life or in your scripture reading or your meditation, anything which is coming into your mind. As long as you pause or you postpone, your days or numbers, time to return to the destiny is getting longer and longer. The reason why this family has a big and great ending, the only reason is Naomi's greatest decision from chapter 1. കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, വളരെ ആത്മാർത്ഥത്തോടെ പറയട്ടെ, ദൂരം കൂടുതലല്ലേ ഇപ്പോൾ തന്നെ? എക്സ്ട്രീംലി ഡിലേ അല്ലേ നമ്മളെല്ലാവരും? അതുകൊണ്ട് ടേൺ ബാക്ക് ടു ദ സ്ക്രിപ്ചർ, ദൈവത്തിലേക്ക് വരിക. അതിൻ്റെ പേരാണ് കറക്ഷനെ ദൈവം അപ്രൂവ് ചെയ്യുന്നു എന്നതാണ് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം. This book is teaching us one lesson. One important lesson is God always approves our correction. So take correction even though you are late. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ ആരും കാണുന്നില്ലായിരിക്കാം, നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. അവനെ മറഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയല്ല. അങ്ങനെയെങ്കിൽ ആ തമ്പുരാന്റെ ഹൃദയത്തിന്റെ മുന്നിൽ ഇന്ന് പകൽ ദൈവവചനത്തിന്റെ മുമ്പാകെ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയതയ്ക്ക്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ പേഴ്സണൽ ക്രിസ്ത്യൻ ലൈഫിന് ഒരു യു-ടേൺ വേണമോ, ഒരു കറക്ഷൻ വേണമോ, ദൈവിക അപ്രൂവൽ വേണമോ എന്ന് നമുക്ക് തീരുമാനിക്കാം എന്ന് നവോമിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. My dear children, we may not be seen by anyone. Maybe our parents are not seeing us. Maybe our relatives are not seeing us. But there are two eyes are watching always you. God is always seeing you. So take correction as soon as possible. മറ്റൊരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത്, ഗോഡ്സ് പ്ലാൻ ഡസ് നോട്ട് എക്സ്ക്ലൂഡ് എനി. ആരും ദൈവിക പദ്ധതിയുടെ പുറത്തല്ല, എല്ലാവരും അകത്ത് തന്നെയാണ്. None of us are beyond God's plan. ഞാനത് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. ഇസ്രായേൽ ഓർത്തത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ ജനമെന്നാണ്. Israelites, they thought that they are the only people and only generation belong to God. ഇസ്രായേലിലെ പുരുഷന്മാർ ഓർത്തത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ലേഡീസ് അതിനകത്ത് ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. The male Israelites thought that they are the only one, not even the female Israelites were including in that sect. എന്നാൽ ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല, എല്ലാവരും. But this book is teaching us that there is no discrimination in gender, all are equal. ഞാൻ എല്ലാവരോടുമായിട്ട് പറയാം, രൂത്തിനെ ശപിക്കപ്പെട്ടവളായിട്ടൊക്കെ ഒരുപക്ഷെ ഒരു പരിധിവരെയും മാറ്റി നിർത്താം. പക്ഷേ തമ്പുരാൻ അംഗീകരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരുപക്ഷെ ദൈവം എനിക്ക് നൽകിയ കൃപകളെ, ശുശ്രൂഷകളെ സഭ അംഗീകരിക്കുന്നില്ലായിരിക്കാം, മാറ്റി നിർത്തിയേക്കാം. എന്നാൽ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, ദൈവിക പ്രോജക്റ്റിനകത്ത് ആരും വെളിയിലല്ല. അവൻ്റെ സമയമാകുമ്പോൾ അതെല്ലാം വെളിയിൽ കൊണ്ടുവരികയാണ്. No one is outside the boundary of God's plan. All are including His plan and purpose. So, if you are thinking that I am not being considered as a worthy person, do not be sad, because we are all in His plan and purpose.
കുഞ്ഞുങ്ങളെ, ഞാൻ ആദ്യമൊക്കെ ഓർത്തത് ദൈവമേ ആരും എനിക്ക് അവസരം തരുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചൊരു കാലം ഉണ്ടായിരുന്നു. My dear children, in the beginning, initial time, I usually thought that no one is giving me a chance to preach. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുമുണ്ട്, അവരാരും എനിക്കൊരു അവസരം തന്നില്ല കേട്ടോ. Many times I requested to have an opportunity. I requested, but they rejected. ഞാൻ പിന്നെയാണ് വേദപുസ്തകം കെയർഫുള്ളായിട്ട് റീഡ് ചെയ്തത്. മനുഷ്യനല്ല നമ്മളെ സമയത്ത് കൊണ്ടുവരുന്നത്, അവരാരുമല്ല അവസരം തരുന്നത്, ദൈവമാണ് നമുക്ക് അവസരം നൽകുന്നത്. ഇൻ ഗോഡ്സ് പ്ലാൻ ആരും എക്സ്ക്ലൂഡ് അല്ല, അവൻ്റെ സമയത്താണ് ആ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഈ പുസ്തകം അങ്ങനെ ഒരു കറേജ് ദൈവത്തിൽ നമുക്ക് നൽകുകയാണ്. We are being given a courage that no human being can approve us, but God is the one and only one who approves us and who bring you out from the darkness into his. ഞാനൊരു സന്ദേശത്തിൽ പറഞ്ഞ പോലെ നവോമി രൂത്തിന് ഇസ്രയേലിൽ വരാൻ ഒരു വഴിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ആലോചിച്ചാലും നോവേ. ജോസഫിന് പാലസിലെത്താൻ എല്ലാ മനുഷ്യനോട് ആലോചിച്ചാലും ഒരു വഴിയില്ല. എസ്തേറിന് പേർഷ്യൻ രാജാവിന്റെ ക്യൂനാകാൻ എല്ലാവരുടെ ആലോചിച്ചാലും ഒറ്റ വഴിയില്ല. തമ്പുരാനാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന പാഠം പുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. The Bible is teaching us that there is no way a Joseph who was on a pit, who was in a pit, who brought up into a palace, a woman Esther who was brought into palace even though he was an orphan. Similarly, a Ruth, a cursed Moabite woman who became the family member of our Lord Jesus Christ. No one can do and redeem this. Only our God can redeem us. നമ്മളെ ഉയർത്തും, നമ്മളെ കൈപിടിക്കും, നമ്മളെ സഹായിക്കും, നമ്മെ മുന്നിൽ കൊണ്ടുവരും എന്നൊക്കെ വിചാരിച്ചിരുന്ന ആദ്യത്തെ കിങ്സ്മാർ റെഡീമറിനെയൊക്കെ തമ്പുരാൻ മാറ്റുന്ന എന്തിനാണെന്നറിയാമോ? സകല മഹത്വവും നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് എന്ന കാര്യവും നമ്മൾ മറന്നു പോകരുത്. You should never forget that. Why did that first redeemer, even though he was the closest relative, he rejected that offer to redeem them? Because God has a plan. That is the reason many times in our life also we feel rejections and disapprovals. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പാഠം, Hallelujah, hallelujah. ദൈവം ഈ പുസ്തകത്തിൽ എങ്ങനെ മൂവ് ചെയ്യുന്നതെന്നറിയാമോ? Another important thing, how God is moving. Based on their decisions. Based on the, amen, hallelujah. അതാണ് ഇതിന്റെ പ്രധാന കാര്യം. 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നവോമിയുടെ ആ ഡിസിഷനാണ് ദൈവത്തിൻ്റെ മൂവ്മെന്റ് തുടങ്ങാനായിട്ട് ആ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് കൃപയാൽ സംഭവിച്ചത്. God is always moving based on our decision. We can see this very clearly in chapter 1 verse 6. Naomi was taking a decision, and based on that decision, that future is changing. എങ്ങനെ ആ ഡിസിഷൻ എടുക്കേണ്ടതെന്ന് ഒരു കാര്യം പറയാം. I would like to tell you how you can take a decision. ദൈവത്തോട് ചേർന്ന് നിന്ന് തീരുമാനം എടുക്കുക, അത്രേ ഉള്ളൂ. Go and stay closer to God and take a decision. ദൈവോന്മുഖമായി പോകാൻ തീരുമാനിക്കുക. And go according to his own will and purpose. ആ ദൈവത്തിന്റെ മുഖത്തിലേക്ക് മാത്രം പോകാനായിട്ട് നോക്കുക. And look at his face and take a decision to walk to his face only. പഠനമാണേലും ജോലിയാണേലും ഏത് പൊസിഷൻ ആണെങ്കിലും ദൈവത്തോട് എന്നെ അകറ്റുന്നതാണെങ്കിൽ നോ പറയുക. Whether your education or your career or whatever your life situation, whether it moves you away from God, take a stop and turn back and reject it. അങ്ങനെങ്കിൽ God moves on our decisions. So I would like to again repeat, God moves on our decisions. എലീമേലെക്ക് മോവാബിലേക്ക് പോകാൻ തീരുമാനിച്ചു. Elimelech took a decision to go to the cursed land Moab. രൂത്ത് ഇസ്രായേലിലേക്ക് വരാൻ തീരുമാനിച്ചു. Ruth took a decision to come to Israel. ഓർപ്പ പഴയ ദേവന്മാരുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. Orpah took a decision to go back to her for old gods. രൂത്ത് നവോമിയുടെ ദൈവത്തെ സ്വീകരിപ്പാൻ തീരുമാനിച്ചു. Ruth took a decision to follow after Naomi's living God. Praise God. Praise the Lord. എല്ലാവരും തീരുമാനമെടുത്തു.
പക്ഷേ രൂത്തിന്റെ തീരുമാനം, നവോമിയുടെ തീരുമാനം ദൈവത്തിങ്കിലേക്ക് വരിക എന്നതായിരുന്നു. എലീമേലെക്ക് താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലും ദൈവത്തിൽ നിന്ന് അകലുകയായിരുന്നു. ഓർപ്പ ഫ്യൂച്ചർ നോക്കി ദൈവത്തെ വിട്ടുപോകുകയായിരുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട കൺക്ലൂഷനാണ് ഈ പുസ്തകം തരുന്നത്. ഗോഡ് മൂവ്സ് ഓൺ അവർ ഡിസിഷൻസ്. We can see that all the decisions taken by different characters. Elimelech took a decision to go to cursed land, moving away from God. Naomi took a decision to go back to the land of God and towards God. Orpah took a decision to stay away from the living God and move to Moab. Ruth took a closer and strong decision to go to the living God, and a great decision she took. ദൈവം നമ്മളെ പറ്റി എല്ലാം ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. God plotted a graph for each one of us. നമ്മൾ ഒരെണ്ണം വരച്ചിട്ടുണ്ട്. We also drew a graph for us. പക്ഷേ ബേദലഹേമിൽ എത്തണമെങ്കിൽ തമ്പുരാൻ വരച്ച ഗ്രാഫിൽ കൂടെ പോവുക. But if we need to our destiny, reach the destiny of Bethlehem, we have to go according to the plan and the purpose of God's plotting. സാംസൺ ദൈവം വരച്ച ഗ്രാഫിൽ നിന്ന് വഴിമാറിപ്പോയി. ഒടുക്കം നമുക്കറിയാം. We all know the life of Samson. He deviated from the plan of God, and we know his end. പ്രതിസന്ധി ഉണ്ടായിട്ടും ജോസഫ് ദൈവം വരച്ച ഗ്രാഫിൽ കൂടെ തന്നെ പോയി. തൻ്റെ ഗ്രാഫിൽ കൂടെ പോവായിരുന്നെങ്കിൽ സ്റ്റോറിയുടെ എൻഡ് അങ്ങനെ ആകുകയില്ലായിരുന്നു. We all know Joseph went through, even though the plot God drew for him was difficult, he followed that plot, and his end, if he would have taken the other thing, he didn't have an ending like this. ദൈവം വരച്ച ഗ്രാഫിൽ കൂടെ തന്നെ പോവുകയാണെങ്കിൽ ഇടയ്ക്ക് പ്രശ്നമാണെങ്കിലും കഷ്ടതയാണെങ്കിലും എന്തെല്ലാം മടുപ്പാണെങ്കിലും മതി എന്ന് പറഞ്ഞാലും മരിച്ചാൽ മതി എന്ന് പറഞ്ഞാലും അവിടെയും നമ്മളെ നടത്തുന്ന ദൈവിക ഇടപെടൽ ഉണ്ടാകും എന്ന് പുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. The book is teaching us that if we move according to God's plan, though we may face difficulties, troubles or tribulations, we are going triumphantly and reach our destiny victoriously. ദൈവം വരച്ച ഗ്രാഫിൽ കൂടെ തന്നെയാണ് ഏലിയാവ് പോകുന്നത്. Elijah was moving just across the plot purposed by God for him. 4 സൈഡിൽ നിന്നും പ്രോബ്ലംസ് ആണ്. He was surrounded by problems. പക്ഷേ ആ ഗ്രാഫിൽ തന്നെ പോയിട്ട് പാതി നിർത്തിയിട്ട് തൻ്റെ വഴിക്ക് പോയില്ല. അവിടെ തന്നെ കിടന്നിട്ട് പറയുക, മതി കർത്താവേ. He didn't take another plot to take, but when he reached one of the destinations, he told God openly, God, it is enough. എന്ന് പറഞ്ഞാൽ എലിമേലെക്കിനെ പോലെ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടെന്ന് വെച്ചാൽ അവിടെ തന്നെ മതി, ഇത്രയും മതി. Elijah, we can see that when he was surrounded by difficulties, he didn't take a temporary decision to turn away from God's plan, but he acknowledged and accepted and told God, God, this is enough till this time. എലിയാവിന്റെ ഭാരവിതായിരുന്ന ദൈവമേ, അങ്ങനെ കൊന്നോ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇസബേൽ എന്നെ കൊല്ലരുത്. Elijah's difficulty or the mental difficulty was Elijah was ready to be killed by God, but not he was ready to be killed by a woman Isabel. അവിടുത്തെ കാര്യം എനിക്ക് അല്പം ഒന്ന് വിശദീകരിച്ച് പെട്ടെന്ന് പറഞ്ഞു നിർത്താം. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദൂതൻ വന്ന് ആദ്യം തട്ടിയിട്ട് വീണ്ടും കിടന്നുറങ്ങുകയാണ് എലിയാവ്. വീണ്ടും തട്ടി വിളിക്കുകയാണ്. എന്നിട്ട് ഏലിയാവിനോട് 2-3 കാര്യം പറയുകയാണ്. We can see that in that context, when Elijah was sleeping, an angel of the Lord came and touched him and called him and was telling something. എന്താണെന്നറിയാമോ, ആ ഗ്രാഫിൽ തന്നെയാണ് ഏലിയാവും മതി എന്നും പറഞ്ഞ് കിടക്കുന്നത്. Elia was staying on that same chart that he's saying that this is enough. ആ വഴി തന്നെയാണ് കിടക്കുന്നത്. ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് എടുത്ത് ആഹാവുമായിട്ട് കോംപ്രമൈസിന് പോയില്ലെന്നുള്ളതാണ്. Elijah didn't take a compromise to go and walk with Ahab. Praise the Lord. ഏലിയാവിനോട് പറയുകയാണ്, നീ ആരാമിനെ അനോയിന്റ് ചെയ്യണം. Elijah was being told, anoint Aram as the king. ഏഞ്ചൽ ഏലിയാവിനോട് പറയുകയാണ്, Angel of the Lord told Elijah. യേഹൂവിനെ അനോയിന്റ് ചെയ്യണം. And he also mentioned, the angel mentioned that anoint Jehu. മൂന്നാമത്തെ കാര്യം, നിന്റെ സക്സസറായിട്ട് ഏലീശായെ അനോയിന്റ് ചെയ്യണം. And third thing, angel told, as a successor, anoint Elisha. എന്നാൽ ഇവിടെ ഇത്രയും വലിയ കാര്യം പറഞ്ഞപ്പം ഒരു കാര്യം ഏലിയാവിനോട് ദൈവം മറച്ചു വെച്ചു.
he explained all these things, but he concealed one thing. ഏതാ മറച്ചു വെച്ച കാര്യം എന്നറിയാവോ? Do you know what God hid from Elijah? നിന്നെ ആരും കൊല്ലുകയില്ല, One നീ മരിക്കുകയില്ല എന്ന കാര്യം തമ്പുരാൻ അവിടെ ഹൈഡ് ചെയ്ത് വെക്കുമായിരുന്നു. God was hiding one thing from Elijah at that time. Do you know what? That is, Elijah was not going to be killed by anyone. Amen. എന്ന് മാത്രമല്ല, നീ മരിക്കത്ത് പോലുമില്ല. Not only that, he was not being killed, he was not going to see death. God's moves on our decision ആ ഗ്രാഫിൽ തന്നെ ആയിരിക്കുക. If we stay on his plan and purpose, he will bless our decision and he likes our correction. ഇസബേലിന് ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഞാൻ ചാരിയോട്ട് റെഡിയായിട്ട് വെച്ചേക്കുക, ദൂതന്മാർ എൻ്റെ വാക്കിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ആരും ചിന്തിക്കാത്ത ഒരു നല്ല ഭാവി ഒരു ദൈവ പൈതലിനുണ്ടാകാൻ ആ ഗ്രാഫിൽ തന്നെ യാത്ര ചെയ്യുക. God's moves on our decisions. So basically, no one is able to destroy our future or destiny. If we move according to God's plan and purpose, he will accept our correction and he will bless our decision. Praise the Lord. Amen. എത്ര ഗ്ലോറിയസ് ആയിട്ടൊരു മെസ്സേജാണ് ഈ ബുക്ക് നമുക്ക് നൽകുന്നത്. Hallelujah. Such a glorious message this book is being given us. Hallelujah. പ്രിയപ്പെട്ടവരെ, until God says it is finished, it is not finished. Amen. Hallelujah. നമ്മുടെ മനസ്സിൽ അത് എപ്പോഴും ഉണ്ടായിരിക്കണം. Praise the Lord. ആര് ഫുൾ സ്റ്റോപ്പ് ഇട്ടാലും until God says it is finished, it is not finished. My dear children, we have to always keep that into our mind. Until God put a stop in front of you, it is not finished. God's conclusions are always unbelievable എന്നൊരു പാഠം ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുക. Hallelujah. We can also learn a lesson. God's conclusions are unbelievable. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ദൈവത്തിന് സ്തോത്രം.